വയനാട് പച്ചിലക്കാട് പടക്കം വയൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ കണ്ടെത്തി. ചീക്കല്ലൂരിലെ വയലിലാണ് കടുവയെ കണ്ടെത്തിയത്. ഫൈസലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ഈ കടുവ ഇപ്പോഴും വയലിൽ തന്നെയാണോ? അതിനെ എങ്ങനെയാണ് പിടികൂടാൻ വനവകുപ്പ് ഉദ്ദേശിക്കുന്നത്? അജി, ഇപ്പോൾ സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ കടുവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ നമുക്ക് വ്യക്തമായി ലഭിക്കും. കടുവ എവിടെയാണ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു മണിയോട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ചീക്കല്ലൂർ ഭാഗത്ത് കടുവയെ കണ്ടത്. അപ്പോൾ നാട്ടുകാർ തന്നെയാണ് കടുവയെ കണ്ടത്. വനംവകുപ്പ് ഈ ഭാഗത്തൊക്കെ തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അജിത് കെ രാമൻ മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് നിലവിലെ സിറ്റുവേഷൻ? കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം എല്ലാരും ഓക്കെ ആണോ? ഒറ്റ മിനിറ്റ് രണ്ടും ഓക്കെ അല്ലേ? കടുവ സ്പോട്ട് ചെയ്തോ? കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിന്റെ നടുക്കിലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോർഡൺ ഓഫ് ചെയ്ത് സ്റ്റാഫിനെ നിർത്തി അങ്ങോട്ടേക്ക് പോകാതെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നീർവാരം ഭാഗത്തേക്ക് ഒരു ഹാർഡ്ലി ഒരു 1 to 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പിടികൂടേണ്ട ആവശ്യം ഇപ്പോഴില്ല. എന്നിരുന്നാലും കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ്. 2 കുങ്കിയാനകൾ വിക്രം ഭരത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 80 സ്റ്റാഫ് ഇവിടെ പാർക്കുന്നുണ്ട്. നേരത്തെ വന്നിട്ടുള്ള കടുവ തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തിരുന്നത്. അതെ, ഇന്നലെ നമ്മൾ കൺഫേം ചെയ്ത വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്ന് പറയുന്ന കടുവ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. നീർവാരം ഭാഗത്തേക്ക് അത് സ്വാഭാവികമായിട്ടും പോകേണ്ടതാണ്. ഈ പറയുന്ന നമ്മൾ ഡിസ്റ്റർബൻസ് ഒഴിവാക്കിക്കൊണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നമ്മളെ സ്റ്റാഫിനെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ ഒരു ഫോറസ്റ്റിന്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുകയാണെങ്കിൽ കടുവ ആ ഭാഗത്തേക്ക് തന്നെ പോകാനാണ് സാധ്യത. ആരോഗ്യാവസ്ഥ പ്രത്യേകിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല. 5 വയസ്സ് ഉള്ള ഒരു ആൺകടുവയാണ്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഒന്നും തന്നെ ലിഫ്റ്റിങ്ങിന്റെ ഇൻസിഡൻസ് ഒന്നുമില്ല. ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ടും തന്നെ പശുവിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കന്നുകാലിനെയോ ആടിനെയോ ഒന്നും തന്നെ ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കടുവ ഒരു ആരോഗ്യമുള്ള ഒരു കടുവ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, പ്രയോറിറ്റി വനത്തിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹാർഡ്ലി 1 to 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇവിടെ ഈ പറയുന്ന നീർവാരം പാതിരിയമ്പം എന്ന് പറയുന്ന നമ്മുടെ റിസർവ് മേഖലയിലേക്ക്. അവിടേക്ക് കടുവ സ്വാഭാവികമായിട്ടും നൈറ്റോട് കൂടി. ഇപ്പൊ ഇന്നലെ നമ്മൾ ആ ഭാഗത്തു നിന്നും കടുവ ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഇന്ന് രാവിലെ ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കടുവ സഞ്ചരിച്ചിട്ടുണ്ട്. കടുവ വന്ന വഴി തന്നെ തിരിച്ച് കാട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാത്രിയും നമ്മുടെ ജാഗ്രത തുടരും. നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും, RRT ഉണ്ടാവും. ഈ പറയുന്ന കുങ്കിയാനകളെല്ലാം തന്നെ രാത്രിയും ഉണ്ടാവും. അതെ, പകല് വിശ്രമിക്കുന്ന പൊസിഷനാണ്. ഇപ്പോൾ നമ്മൾ ഡ്രോൺ പരിശോധനയിൽ ഇത് റെസ്റ്റിംഗ് പൊസിഷനിലാണ് കണ്ടത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അജി, സൗത്ത് വയനാട് DFO അജിത് കെ രാമനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. നിലവിൽ നമ്മൾ കാണുന്ന ഈ വയൽ മേഖലയിൽ കടുവ റെസ്റ്റിംഗ് പൊസിഷനിലാണ്. നേരത്തെയാണ് കടുവയെ നാട്ടുകാർ കണ്ടത്. ഇതേ തുടർന്നാണ് വനംവകുപ്പ് പരിശോധന നടത്തുകയും ഇത് കടുവയാണ് എന്നുള്ള സ്ഥിരീകരണം നടത്തുകയും തുടർന്ന് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുകയും ചെയ്ത് ആ ഡ്രോണിൽ കൃത്യമായി കൊണ്ട് കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ DFO വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി കടുവയെ ആദ്യത്തെ പ്രയോറിറ്റി കടുവയെ കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ റോഡിന്റെ മറുവശത്ത് നമുക്ക് ഈ ഒരു വയൽ കടന്നാൽ നീർവാരം മേഖലയാണ്. ഈ ഒരു മേഖലയോട് തൊട്ടടുത്ത് നിൽക്കുന്ന വനപ്രദേശം എന്ന് പറയുന്നത് നീർവാരം മേഖലയാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കടുവയെ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ് വനവകുപ്പിന്റെ മുമ്പിലുള്ള ആദ്യത്തെ ദൗത്യം. വൈകിട്ടോട് കൂടി തന്നെ ഈ ഒരു ദൗത്യത്തിന് തുടക്കമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാത്രിയോടുകൂടി കടുവയെ കാട് കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. ജനങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ഏരിയയിലും വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലായിടത്തും ഉണ്ട്. ആളുകൾ പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും രാത്രിയോടുകൂടി കടുവയെ കാട് കയറ്റാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുള്ളത്.